അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കുടിയേറാൻ തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കർശനമായ സുരക്ഷാ പരിശോധനകൾ നേരിടേണ്ടി വരുമെന്ന പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. മുൻപ് പ്രധാന വിസ വിഭാഗങ്ങൾക്ക് മാത്രം ബാധകമായിരുന്ന സോഷ്യൽ മീഡിയ പരിശോധനകൾ ഇനി മുതൽ മറ്റ് ഉപവിഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. വിസ നടപടികളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും രാജ്യത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനുമായിട്ടാണ് ഈ നീക്കം. 2026 മാർച്ച് മാസത്തോടെ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം തൊഴിൽ, പഠനം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അമേരിക്കയെ ലക്ഷ്യം വെക്കുന്ന ഒട്ടനവധി അപേക്ഷകരെ നേരിട്ട് ബാധിക്കും. ഡിജിറ്റൽ ലോകത്തെ നിങ്ങളുടെ ഇടപെടലുകൾ വിസ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. നമുക്ക് അമേരിക്ക വിസ മാറ്റത്തിൽ വന്നിരിക്കുന്ന വിശദമായ വിവരങ്ങളെ കുറിച്ച് അറിയാം. അതായത്, അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയൊരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവരെ ചുരുക്കം ചില വിസകൾക്ക് മാത്രം ഏർപ്പെടുത്തിയിരുന്ന സോഷ്യൽ മീഡിയ പരിശോധന കൂടുതൽ വിസ വിഭാഗങ്ങൾക്ക് കൂടി ബാധകമാക്കിയിരിക്കുകയാണ്. H3, K, Q, R, S, T, U എന്നീ കുടിയേറ്റേതര വിസകൾക്ക് അപേക്ഷ സമർപ്പിച്ചവരെയാണ് ഇനി മുതൽ സോഷ്യൽ മീഡിയ പരിശോധനകൾക്ക് കൂടി വിധേയമാക്കുക. നേരത്തെ H1B, H4, F, M, J എന്നീ വിസ വിഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സോഷ്യൽ മീഡിയ പരിശോധനയാണ് മറ്റ് വിസ വിഭാഗങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം H3, K1, K2, K3, Q, R1, R2, STU എന്നീ വിസ അപേക്ഷകരെ സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് വിധേയമാക്കും. 2026 മാർച്ച് 30 മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. മുൻപ് പ്രധാന വിസ വിഭാഗങ്ങൾക്കാണ് സോഷ്യൽ മീഡിയ പരിശോധന ഏർപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ തോതിൽ മാത്രം അപേക്ഷകരുള്ള വിസകൾക്കാണ് ഈ പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നത്. ട്രെയിനികൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് വിസിറ്റർമാർക്ക് ഉള്ളതാണ് H3 വിസ. US പൗരത്വമുള്ളവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ എന്നിവർക്കുള്ളതാണ് K വിസ. സാംസ്കാരിക വിനിമയ പരിപാടികൾക്കുള്ളതാണ് Q വിസ. മതപരമായ ജോലികൾക്കായി പോകുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉള്ളതാണ് R1, R2 വിസകൾ. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നൽകുന്നതാണ് TU എന്നീ വിസകൾ. അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നവർക്കും സാക്ഷികൾക്കും നൽകുന്ന S വിസയ്ക്കും ഈ നിയമം ബാധകമാണ്. അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ വിസ വിഭാഗങ്ങളിലെ അപേക്ഷകരും അവരുടെ ആശ്രിതരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പബ്ലിക്കായി നിലനിർത്തണമെന്നും വിസ ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്കായി ലഭ്യമാക്കണമെന്നുമാണ് കർശന നിർദ്ദേശം. അപേക്ഷകർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉപയോഗിച്ച എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ നൽകണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, ലിങ്ക്ഡ്ഇൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ പോസ്റ്റുകൾ, കമന്റുകൾ, ഫോട്ടോകൾ, ഗ്രൂപ്പ് അംഗത്വങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് വിസ തരണോ വേണ്ടയോ അമേരിക്ക ഇനി മുതൽ തീരുമാനിക്കുക. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, തീവ്രവാദ ബന്ധങ്ങൾ അല്ലെങ്കിൽ വിസ നിയമങ്ങൾ ലംഘിക്കാനുള്ള ഉദ്ദേശം എന്നിവ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടമാണോ എന്നാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിക്കുന്നത്. ഇത്തരം കർശനമായ പരിശോധനകൾ വിസ പ്രോസസിംഗ് സമയപരിധി വർദ്ധിപ്പിക്കാനും കൂടുതൽ പശ്ചാത്തല പരിശോധനകൾക്കും അഭിമുഖത്തിൽ കടുപ്പമേറിയ ചോദ്യങ്ങൾക്കും എല്ലാം വഴിതെളിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളും വിസാപേക്ഷയിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ വിസ നിഷേധിക്കപ്പെടാൻ വരെ കാരണമായേക്കാം. അതിനാൽ അപേക്ഷകർ തങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യവും കൃത്യവും സുതാര്യതവുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വേണം അപേക്ഷയിൽ നൽകാനുള്ളത്. വിസാപേക്ഷയ്ക്ക് തൊട്ടു മുൻപായി അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നതോ വിവരങ്ങൾ മറച്ചു വെക്കുന്നതോ ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. US വിസ ഒരു അവകാശമല്ല, മറിച്ച് അതൊരു പ്രത്യേക ആനുകൂല്യം മാത്രമാണെന്നും ഓരോ അപേക്ഷയും ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണ് പരിഗണിക്കുന്നതെന്നുമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട്. ഇന്ത്യൻ അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം H1B അല്ലെങ്കിൽ F1 സ്റ്റുഡന്റ് വിസകളെ അപേക്ഷിച്ച് പുതിയതായി ഉൾപ്പെടുത്തിയ വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവാണ്. എങ്കിലും അമേരിക്കയിലെ ക്ഷേത്രങ്ങളിലും മറ്റും പോകുന്ന പുരോഹിതർക്കും മതപ്രവർത്തകർക്കും അമേരിക്കൻ പൗരന്മാരെ വിവാഹം കഴിക്കാൻ പോകുന്നവർക്കുമെല്ലാം ഈ നീക്കം തിരിച്ചടി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്കൻ വിസ ലഭിക്കുക എന്നത് വെറും രേഖകളുടെ പരിശോധനയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നാണ് പുതിയ പരിഷ്കാരം വ്യക്തമാക്കുന്നത്. അപേക്ഷകന്റെ വ്യക്തിത്വവും കാഴ്ചപ്പാടുകളും വിലയിരുത്താൻ സോഷ്യൽ മീഡിയ ഒരു പ്രധാന ഉപാധിയായി മാറിയിരിക്കുന്നു. നിയമങ്ങൾ പാലിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഡിജിറ്റൽ ഇടപാടുകളിൽ അശ്രദ്ധ കാണിക്കുന്നത് വലിയ തിരിച്ചടിയാകും. ഓരോ അപേക്ഷകനും തങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആധുനിക കാലത്തെ വിസ നടപടികളിൽ സാങ്കേതിക വിദ്യയും വ്യക്തിപരമായ പെരുമാറ്റവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്.
ജാഗ്രതയോടുകൂടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ് വിസ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെ സഹായിക്കുക.